അങ്ങനെ ഒരു സൺഡേയും കൂടിയായി. സൺഡേ നാട്ടിലാണെങ്കിൽ ഒരു കുർബാനയൊക്കെ കഴിഞ്ഞ് രാവിലത്തെ വെള്ളയപ്പവും മുട്ടക്കറിയും കഴിച്ച് ഉച്ചക്ക് ബീഫ് കറിയും കഴിച്ച് എന്ത് രസമല്ലേ. ഇവിടെ ആണെങ്കിൽ അതൊന്നും ചെയ്യാനില്ല, പള്ളിയിൽ പോകാനും പറ്റില്ല. പോകാൻ പറ്റും, നമുക്ക് വെയിലായതുകൊണ്ട് കുർബാന ഉച്ചക്കായതുകൊണ്ട് ഞങ്ങൾ പോകാറില്ല. അങ്ങനെ നമ്മൾ എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു കൂട്ടുകാരനെ കണ്ടത്. ആ കൂട്ടുകാരൻ വൈറ്റ് കളറായിരുന്നു, പക്ഷേ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയാറായി. അങ്ങനെ ഞങ്ങൾ ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ പാവം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ബ്ലൂ മാർട്ടിലേക്ക് പോയി. ഞങ്ങളുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റാണ് ഈ ബ്ലൂ മാർട്ട്. ഞങ്ങൾ ഒരു നെറ്റ്ഫ്ലിക്സ് ഒക്കെ കാണാൻ വേണ്ടി കാണുമ്പോൾ ഒരു 2 സ്നാക്സ് ഒക്കെ കഴിക്കുന്നത് പതിവാണ്. അങ്ങനെ പക്ഷേ ഇന്നുണ്ടായില്ല, അത് മേടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഞാൻ ഡയറ്റാണേ, പക്ഷേ ആഴ്ചയിൽ മൺഡേ ടു സാറ്റർഡേ ഡയറ്റായിരിക്കും, സൺഡേ മാത്രം ഞാൻ ഡയറ്റ് ചെയ്യാറില്ല. ഹസ്ബൻഡ് സമ്മതിക്കാറില്ല, സൺഡേ ഡയറ്റ് എടുക്കണ്ടെന്ന് പറയാറാണ് പതിവ്. അങ്ങനെ ഞങ്ങളിന്ന് സ്നാക്സ് ഒക്കെ മേടിക്കാം, അതൊക്കെ കഴിക്കാം, ഒരു നെറ്റ്ഫ്ലിക്സ് ഒക്കെ കണ്ട് അങ്ങനെ റെസ്റ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പുറത്തേക്ക് ഇറക്കിയപ്പോൾ കൊട്ട വെയിലാണ്, നടക്കാനേ പറ്റുന്നുണ്ടായില്ല ഈ വെയിലത്ത്. പക്ഷേ എന്നാലും കുറച്ച് തണലൊക്കെ ഉണ്ടായിരുന്നു. നല്ല പച്ചപ്പൊക്കെ കണ്ട് 2 ദിവസം വെറുതെ വീട്ടിൽ റൂമിൽ തന്നെ ഇരുന്ന് ബോറായി. പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു റിഫ്രഷ്മെൻറ്റ് ഉണ്ട്. പക്ഷേ ഈ കൊട്ടവെയിലല്ല, എന്നാലൊരു നല്ല ഫ്രഷ്നസ് തോന്നി. ഇതാ കാണുന്നതാണ് ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റ്. ഇത് ആൽക്കൂസിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ ഇവിടെയാണെങ്കിൽ ഭയങ്കര ചൂടാണ്, ഒരു മരങ്ങളൊന്നും തന്നെ ഇല്ല. അങ്ങനെ ഞങ്ങൾ ഓരോ കഥകളൊക്കെ പറഞ്ഞു, അങ്ങനെ സംസാരിച്ച് അങ്ങനെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഐറ്റം മാത്രമേ എടുക്കുള്ളൂ, വേറെ ഒന്നും വാങ്ങില്ല. പക്ഷേ ഞാൻ അപ്പോഴത്തേക്കും ഒരു ബാസ്ക്കറ്റൊക്കെ എടുത്തു. എടുത്തപ്പോൾ തന്നെ ആൾക്ക് പുള്ളിക്കാരൻ മനസ്സിലായി എൻ്റെ കാശൊക്കെ പോകും. അങ്ങനെ നേരെ ഞങ്ങൾ സ്നാക്സിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. ആൾക്ക് കപ്പ വറുത്തതും അതെല്ലാമാണ് ഇഷ്ടം. എനിക്കാണെങ്കിൽ സ്വീറ്റുള്ള സാധനങ്ങളാണ് ഇഷ്ടം. ആൾ കപ്പ വറുത്ത് നോക്കിപ്പോയി, പക്ഷേ അതിന് മുമ്പേ ഞാൻ എൻ്റെ എല്ലാ ഐറ്റവും എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഉണ്ണിയപ്പം എടുത്തു, 2 ക്രീം ബൺ എടുത്തു, പിന്നെ ഒരു സ്വീറ്റ് എടുത്തു, പിന്നെ സിജോച്ചന് ഒരു മിക്സർ എടുത്തു. സിജോച്ചന് അത് മാത്രം മതി, ബാക്കിയെല്ലാം എനിക്ക് വേണ്ടി മേടിച്ചത്. അങ്ങനെ ഫൈനലി എല്ലാം മേടിച്ച് ഞാൻ റൂമിലെത്തി. ഇനി നെറ്റ്ഫ്ലിക്സ് കാണാം, സിനിമ കണ്ട് ഒന്ന് റെസ്റ്റ് എടുക്കാം. ഇത്രയുള്ളൂ, ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ബൈ.